തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ കൊലപാതക പരമ്പരയ്ക്ക് ശേഷം സമാനമായ കേസുകൾക്ക് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് മാർക്കോ, പണി, മുറ തുടങ്ങിയ ന്യൂജൻ സിനിമകളിലെ വയലൻസ് രംഗങ്ങളാണ്. പ്രേക്ഷകരുടെ തലമരവിക്കുന്ന ഇത്തരം സിനിമകൾ യുവാക്കളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടാകാം. കൊലപാതകവും അക്രമവും ലാഘവത്തോടെ കണ്ട് അതനുകരിക്കാൻ മടിയില്ലാത്ത കുട്ടികളും കൗമാരക്കാരും. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ പ്രതി അഫാനെ ഇതുപോലുള്ള സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ? കുട്ടികളെയും കൗമാരക്കാരെയും അക്രമികളും കൊലയാളികളുമാക്കുന്നത് ഇതുപോലുള്ള സിനിമകൾ മാത്രമാണോ? സോഷ്യൽ മീഡിയയും വീഡിയോ ഗെയിമുകളും അവരുടെ മനോനില തെറ്റിക്കുന്നുണ്ടോ? സ്വന്തം അമ്മയെയും കൂടപ്പിറപ്പിനെയും കാമുകിയെയും പോലും കൊലപ്പെടുത്താൻ മടിക്കാത്ത യുവതലമുറയെ വയലൻസിലേക്ക് നയിക്കുന്നത് എന്താണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുടുംബത്തെ അലട്ടിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം ജീവിക്കാൻ കഴിയാത്തതിലെ നിരാശ, അങ്ങനെ ജീവിതം വഴിമുട്ടിയപ്പോൾ നടത്തിയ കൂട്ടക്കുരുതി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയിൽ പ്രതി അഫാന്റെ മൊഴി ഇപ്പോൾ പോലീസ് വിശ്വാസത്തിലെടുക്കുകയാണ്. അതിനിടെ അഫാന്റെ ആദ്യ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മെഡിക്കൽ കോളേജിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ വിശദമായ മൊഴി ഉടൻ എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അഫാൻ ലഹരിക്കടിമയോ സ്ഥിരം മദ്യപാനിയോ അല്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അതേസമയം പ്രതിയുടെ മാതാവ് ഷെമിയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. കൂട്ടക്കൊലപാതകത്തിലെ ദുരൂഹത പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടും കടബാധ്യതയും തന്നെയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പ്രതി അഫാൻ ലഹരിക്കടിമയോ സ്ഥിരം മദ്യപാനിയോ അല്ലെന്നാണ് രക്തപരിശോധനയിലെ കണ്ടെത്തൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാനെ ഡിസ്ചാർജ് ചെയ്യാൻ 2 ദിവസം കൂടി വേണ്ടിവരും. അതിനാൽ അമ്മൂമ്മ സൽമ ബീവിയെ കൊല്ലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തി ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി റിമാൻഡിൽ മെഡിക്കൽ കോളേജിൽ തന്നെ തുടരും. ജയിലിൽ എത്തിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയാകും മറ്റ് 4 കൊലപാതകങ്ങളിലും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുക. അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും അടുത്ത ദിവസമാകും പോലീസ് മൊഴി രേഖപ്പെടുത്തുക. കൂട്ടക്കൊലയിലെ ദുരൂഹത പൂർണ്ണമായും നീക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഷെമിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ ന്യൂജൻ സിനിമകളോ സോഷ്യൽ മീഡിയയോ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ? കൊലപാതക പരമ്പരയ്ക്ക് പിന്നാലെ മാർക്കോ പോലുള്ള പല സിനിമകളും വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. അതിനായി പ്രത്യേക വൈദ്യസംഘത്തെ ആവശ്യപ്പെടുമെന്നാണ് വിവരം. കേസിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന 2 പേരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രതി അഫാനും ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള മാതാവ് ഷെമിയും. 2 പേരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള നിർണായകമായ കാര്യം. പോലീസ് അഫാന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് അയാൾ പറയുന്നത്. പ്രതിയുടെ മാതാവിൽ നിന്ന് പോലീസ് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇവരെങ്കിലും വിശദമായി സംസാരിക്കാനാവില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചുണ്ടിന്റെ അനക്കവും മറ്റും നോക്കിയാണ് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 72 മണിക്കൂർ നിരീക്ഷണത്തിലാണ് നിലവിൽ അഫാൻ. ആദ്യഘട്ടത്തിൽ ചികിത്സയോട് സഹകരിക്കാതിരുന്ന ഇയാൾ
പിന്നീട് അതുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അർബുദ രോഗബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യക്ക് ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നുവെന്നും അഫാൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. തുടർന്ന് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്നു കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പ്രതിയുടെ മൊഴിയിൽ പറയുന്നു. മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം എടുത്ത മാല ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചപ്പോൾ ലഭിച്ച തുകയിൽ 40,000 രൂപ കടം വീട്ടാൻ ഉപയോഗിച്ചു. നേരത്തെ ആസൂത്രണം ചെയ്താണ് കൊലപാതകം നടത്തിയതെന്നും പോലീസിനോട് അഫാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിനിടെ അഫാൻ തന്റെ കാമുകി ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നുവെന്ന വിവരവും പുറത്തുവന്നു. പകരം മുക്കുപണ്ടമാണ് തിരികെ നൽകിയത്. മാല എടുത്തു നൽകണമെന്ന് ഫർസാന അഫാനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. കുടുംബത്തിന്റെ കടബാധ്യത വ്യാപ്തി അറിയാനും പോലീസ് പരിശോധന ആരംഭിച്ചു. ഇവർക്ക് പണം കടം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കടബാധ്യത തന്നെയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന അഫാന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിനിടെ അഫാൻ ലഹരിക്കടിമയാണോ എന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കും. കൊലപാതകത്തിൽ സിനിമയുടെയോ സോഷ്യൽ മീഡിയയുടെയോ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയിച്ച ഫർസാനയെ അഫാൻ പ്രാണന് തുല്യം സ്നേഹിച്ചതാണ്. അവളെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്നു അഫാൻ. അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പെൺകുട്ടിയും പലരോടും പറഞ്ഞു. അങ്ങനെയാണ് ഫർസാന തനിച്ചാകാതിരിക്കാൻ അയാൾ പ്രിയപ്പെട്ടവളെയും കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട് കൂട്ടുകൊലപാതകത്തിൽ പ്രതിയുടെ പെൺസുഹൃത്ത് ഫർസാനയെ അപായപ്പെടുത്തുന്നതിന് പേരമലയിലേക്ക് എത്തിച്ചത് അതീവ രഹസ്യമായിട്ടാണ്. പേരമലയിലെ വീട്ടിലെത്തും മുൻപ് അഫാനും ഫർസാനയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം CCTVയിൽ പതിഞ്ഞിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെ പേരമലയിലെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഫർസാനയ്ക്ക് അഫാന്റെ ആദ്യ ഫോൺ കോൾ. മിനിറ്റുകൾക്കകം പുതൂരിലെ വീട്ടിൽ നിന്ന് ട്യൂഷൻ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഫർസാന കുടചൂടി നടന്ന് മുക്കുന്നൂർ ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം 3:32. പിന്നീട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് വരെ ആർക്കും മുഖം കൊടുക്കാതെയുള്ള ഫർസാനയുടെ യാത്ര. പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഇടവഴിയിലൂടെ തിരിഞ്ഞ് തിരക്ക് കുറഞ്ഞ കാവറയിൽ യുവതി എത്തുമ്പോൾ സമയം 3:42. തൊട്ടു പിന്നാലെ ഇരുചക്ര വാഹനത്തിൽ അഫാൻ. കാമുകിയെ കാണാതെ വന്നതോടെ വാഹനം വഴിയരികിൽ നിർത്തി ലൗഡ് സ്പീക്കറിൽ ഫർസാനയുമായുള്ള അവസാന ഫോൺ സംഭാഷണം. ഇടവഴിയിൽ യുവതി കാത്തുനിന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയ പ്രതി പരിസരവാസികളുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായാണ് ഫർസാനയെ പേരമലയിലെ വീട്ടിലെത്തിച്ച് കൊടും കൃത്യം നടത്തിയത്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യവും ലഹരിയും എത്രയോ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തുന്നത്. നിരവധി കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്നുണ്ട്. തൃശൂരിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് അധ്യാപകൻ കൊല്ലപ്പെട്ട ഒരു സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ നാടിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം. തൃശൂർ പൂങ്കുന്നത്താണ് മദ്യലഹരിയിൽ സുഹൃത്ത് തള്ളിയതോടെ നിലത്ത് തലയടിച്ച് വീണ് അധ്യാപകൻ്റെ മരണം സംഭവിച്ചത്. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകനായ ചക്കാമുക്ക് സ്വദേശി അനിലാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് ചൂരിശ്ശേരി സ്വദേശി രാജരാജനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്ന തൃശൂർ സംഗീത നാടക അക്കാദമി വളപ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി 11:30 സംഭവം. രാത്രി സംഗീത നാടക അക്കാദമിക്ക് തൊട്ടുപുറത്തുള്ള KTDC ബിയർ പാർലറിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷമാണ്
ഇരുവരും അക്കാദമി വളപ്പിലേക്ക് എത്തിയത്. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതിനിടെ രാജരാജൻ പിടിച്ചു തള്ളിയതോടെ അനിൽ തലയടിച്ച് നിലത്ത് വീണു. ഉടൻ തന്നെ അനിലിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രതി രാജരാജനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അനിലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. വീഴ്ചയുടെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ രാജരാജനെതിരെ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ചെങ്ങന്നൂർ ഭാസ്കരക്കാരനവർ വധക്കേസ് ആരും അങ്ങനെ മറക്കാനിടയില്ല. ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിൻ എന്ന യുവതിയെയും പലരും ഓർക്കുന്നുണ്ടാകും. സുന്ദരിയായ ഷെറിൻ്റെ ജയിലിലെ ബന്ധങ്ങൾ, വഴിവിട്ട ഇടപാടുകളെല്ലാം ചർച്ചയായതാണ്. ഒടുവിൽ ഷെറിൻ നല്ല നടപ്പുകാരിയെന്നാണ് ജയിലധികൃതർ പറഞ്ഞത്. പിന്നാലെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ ശുപാർശയും വന്നു. എന്നാൽ ജയിലിലെ നല്ല പുള്ളിയുടെ തനി സ്വഭാവം വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. സഹതടവുകാരിയെ മർദ്ദിച്ചതിന് കണ്ണൂർ ടൗൺ പോലീസ് യുവതിക്കെതിരെ കേസെടുത്തു. ഷെറിൻ്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പുതിയ കേസ്. കണ്ണൂർ വനിതാ ജയിലിൽ രാവിലെ 7:45 കുടിവെള്ളമെടുക്കാൻ പോകുമ്പോൾ നൈജീരിയൻ തടവുകാരിയായ ജൂലിയെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ ഷെറിൻ, സഹതടവുകാരി ഷബ്ന എന്നിവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ശിക്ഷാ ഇളവ് ചെയ്ത് ഷെറിനെ വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. ജയിലിൽ നല്ല നടപ്പുകാരിയെന്നാണ് ജയിൽ സൂപ്രണ്ട് ഷെറിന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയത്. ആ ഷെറിനാണ് ഇപ്പോൾ സഹതടവുകാരിയെ മർദ്ദിച്ചത്. ഷെറിനെ മുമ്പ് 2 ജയിലുകളിൽ നിന്ന് മാറ്റിയതും ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയ്യൂരിലേക്ക് മാറ്റി. ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടായി. തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്. 14 വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെ എല്ലാം മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുമ്പിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല. തുടർന്ന് മന്ത്രിസഭാ യോഗവും ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശ ഇപ്പോൾ ഗവർണറുടെ മുമ്പിലാണ്. ന്യൂസ് 18 കണ്ണൂർ. സ്കൂളുകളിലും കോളേജുകളിലും വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനം നടത്താൻ പാടില്ലെന്ന് നിയമമുള്ളതാണ്. എന്നാൽ പല ആഘോഷ ദിവസങ്ങളിലും വിദ്യാർത്ഥികൾ വാഹനങ്ങളുമായി എത്തി അഭ്യാസ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ കാറിലെത്തി അഭ്യാസ പ്രകടനം കാട്ടി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ആഘോഷങ്ങൾക്കായാണ് BMW കാർ വാടകയ്ക്കെടുത്ത് വിദ്യാർത്ഥികൾ എത്തിയത്. സ്കൂൾ വളപ്പിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയതിന് മലയാലപ്പുഴ സ്വദേശികളായ 2 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ആഘോഷത്തിനാണ് ആഡംബരക്കാർ പണം നൽകി സ്കൂളിൽ എത്തിച്ചത്. 2000 രൂപയാണ് വിദ്യാർത്ഥികൾ നൽകിയത്. ആഡംബരക്കാരിൽ അഭ്യാസ പ്രകടനവും ഫോട്ടോഷൂട്ടും ആഘോഷങ്ങളുമായിരുന്നു വിദ്യാർത്ഥികളുടെ ഉദ്ദേശം.
മലയാലപ്പുഴ സ്വദേശികളായ 2 യുവാക്കളാണ് ആഡംബര കാറുമായി സ്കൂളിലെത്തിയത്. അഭ്യാസ പ്രകടനത്തോടെയായിരുന്നു യുവാക്കൾ കാർ സ്കൂൾ വളപ്പിലേക്ക് ഓടിച്ചു കയറ്റിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ ഗേറ്റ് പൂട്ടി പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി ആഡംബര കാറും കാർ ഓടിച്ചിരുന്ന ജോ സജി വർഗീസ്, ജുവൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. നമ്മൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിങ്ങും നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകടകരമാം വിധം വാഹനമോടിക്കൽ, സ്കൂൾ വളപ്പിൽ അനധികൃതമായി പ്രവേശിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 2 പേർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കാരശ്ശേരിയിലെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ ട്വിസ്റ്റ്. മോഷണക്കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ സ്വർണം വീടിന് സമീപത്തെ ബക്കറ്റിൽ നിന്നും ലഭിച്ചു. കാരശ്ശേരി സ്വദേശിനി സെറീനയുടെ വീടിൻ്റെ ഓട് പൊളിച്ച് 30 പവൻ സ്വർണമാണ് കവർന്നത്. ഒരു പാദസരമൊഴികെ ബാക്കിയെല്ലാം തിരികെ ലഭിച്ചതാണ് വിവരം. പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറയുന്നു. പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടാണോ മാനസാന്തരം കൊണ്ടാണോ കള്ളൻ സ്വർണം തിരികെ വെച്ചതെന്ന് അറിയണം. കാരശ്ശേരി കുമാരനെല്ലൂർ സ്വദേശി സെറീനയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ശനിയാഴ്ച രാത്രി സെറീനയും കുടുംബവും വിവാഹ സൽക്കാരത്തിനായി ബന്ധുവീട്ടിൽ പോയിരുന്നു. ഈ സമയത്ത് വീട്ടിലെത്തിയ മോഷ്ടാവ് ഓടിളക്കി അകത്തു കടക്കുകയും അലമാരയ്ക്ക് സമീപത്തുള്ള പെട്ടിയിൽ നിന്ന് 30 പവൻ സ്വർണവുമായി കടന്നുകളയുകയും ചെയ്തു. പുലർച്ചെയോടെയാണ് വീട്ടുകാർ വിവരമറിയുന്നത്. തുടർന്ന് മുക്കം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് രാവിലെ വീടിന് പിന്നിൽ അലക്കാനുള്ള വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ബക്കറ്റിൽ നിന്ന് സ്വർണം ലഭിച്ചത്. പ്രതിയെ ഉടനെ പിടികൂടുമെന്ന് മുക്കം എസ്.ഐ. ശ്രീജിത്ത് പറഞ്ഞു. ഇന്ന് രാവിലെ വീടിന്റെ പുറകുവശത്ത് നിന്ന് നമുക്ക് സ്വർണം ലഭിക്കുകയുണ്ടായി. ഏകദേശം 21 പവനോളം സ്വർണം നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. പ്രതിയെക്കുറിച്ചുള്ള വിശദമായിട്ട് പ്രതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. 21 പവൻ തൂക്കം വരുന്ന 20 സ്വർണ്ണാഭരണങ്ങളാണ് ബക്കറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഒരു ആഭരണം ഇനിയും കണ്ടെത്താനുണ്ട്. ബന്ധുവായ ഒരാളാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി വീട്ടുകാർ നൽകിയ പരാതിയിൽ പറയുന്നു. പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ടാകാം മോഷ്ടാവ് ആഭരണങ്ങൾ തിരികെ എത്തിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 മുക്കം. ബൈക്ക് മോഷണം പതിവാക്കിയ ഒരു കള്ളനുണ്ട് ഇടുക്കി കട്ടപ്പനയിൽ. കട്ടപ്പന സ്വദേശി വെള്ളറയിൽ ജിഷ്ണു തകർക്കാൻ പറ്റാത്ത ഏത് പൂട്ടും പൊളിക്കും. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിൽ പ്രതി വീണ്ടും പിടിയിലായിരിക്കുന്നു. മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ജിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നിന്നും ഒരു ബൈക്ക് മോഷ്ടിച്ച് ജിഷ്ണു മൂന്നാർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പെട്രോൾ തീർന്നതിനെ തുടർന്ന് ഈ വാഹനം ശാന്തൻപാറയിൽ ഉപേക്ഷിക്കുകയും മൂന്നാറിലെത്തി മറ്റൊരു ബൈക്ക് മോഷ്ടിച്ച് കട്ടപ്പനയിലേക്ക് എത്തുകയും ചെയ്തു. മോഷ്ടിച്ച ബൈക്കിൽ സഞ്ചരിക്കവെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പെരുമ്പാവൂർ മേഖലയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചതിനെ തുടർന്ന് ജിഷ്ണുവും ഭാര്യ ജസ്നയും പിടിയിലായിരുന്നു. ഈ കേസിൽ ജയിലിലായിരുന്ന ഇയാൾ 1 മാസം മുമ്പാണ് പുറത്തിറങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് പട്ടാമ്പിയിൽ വൻ ലഹരിമരുന്ന് വേട്ട.
പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 160ഓളം ഗ്രാം MDMA-യുമായി മൊത്തക്കച്ചവടക്കാർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകിയിരുന്നത് ഈ സംഘമെന്നാണ് സൂചന. ഏജന്റുമാരിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷനിലാണ് MDMA ഇടപാടുകാരെ പിടികൂടിയത്. പട്ടാമ്പി മുതുതല ഗണപതി ക്ഷേത്രത്തിന് സമീപം വെച്ച് 11.54 ഗ്രാം MDMA-യുമായി മണ്ണങ്ങോട് സ്വദേശി അക്ബറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നാലെ ഇയാളെ ഉപയോഗിച്ച് MDMA-യുടെ മൊത്തക്കച്ചവടക്കാരെയും പോലീസ് വലയിലാക്കി. മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി 148.15 ഗ്രാം MDMA-യും കണ്ടെടുത്തു. ഇവരാണ് പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്നത്. പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഈ പ്രദേശത്തേക്കാണ് മൊത്തക്കച്ചവടക്കാരെ പോലീസ് തന്ത്രപൂർവ്വം എത്തിച്ചത്. പ്രതികളിൽ നിന്ന് 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ലഹരി കടത്തിന് 26 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളുമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. ജോർജിന് ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശമാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യമെന്നത് പ്രതിയുടെ അവകാശമെന്നായിരുന്നു ജോർജിന്റെ അഭിഭാഷകന്റെ വാദം. ഇനി അന്വേഷണം ബാക്കിയുണ്ടോ എന്നായിരുന്നു ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യം. സമാനമായ തെറ്റുകൾ നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് PC ജോർജ് എന്ന പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. മുൻകൂർ ജാമ്യം തേടിയുള്ള ജോർജിന്റെ അപേക്ഷയിൽ ഹൈക്കോടതി വിധി പറഞ്ഞപ്പോഴും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജോർജിന് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാകുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രതി ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ജാമ്യം എന്നത് പ്രതിയുടെ അവകാശമാണെന്ന് PC ജോർജിന്റെ അഭിഭാഷകൻ വാദിച്ചു. PC ജോർജ് ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നതിന് ഒരു നോട്ടീസ് പോലും ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വാദം നിലനിൽക്കില്ല എന്നും ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഹൈക്കോടതി വിധിയിലെ കാരണങ്ങൾ മാത്രമാണോ ജാമ്യം നൽകാതിരിക്കാൻ ഒരേയൊരു കാരണമെന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചു. അന്വേഷണം പൂർത്തിയായതല്ലേ എന്നും പലതവണ ചോദിച്ചു. 1 മാസം ജയിലിലിട്ടാൽ ജോർജ് തെറ്റ് ചെയ്യാതിരിക്കുമോ എന്ന് പരാതിക്കാരനോട് കോടതി ചോദിച്ചു. ഇരുഭാഗത്തെയും വാദം പൂർത്തിയായതോടെ വിധി പറയാൻ കേസ് മാറ്റിവെച്ചു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ലഹരിക്കെണിയിൽപ്പെട്ട മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ലഹരിക്ക് അടിമകളായവർ സ്വന്തം വീടുകളിൽ കൊലവിളി മുഴക്കുകയും കൊലക്കത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ പലരുടെയും ഉള്ളിൽ തീയാളും. കുട്ടികൾ തെറ്റ് ചെയ്താൽ ലഹരി ഉപയോഗിക്കുന്നുവെന്നറിഞ്ഞാൽ അവരെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഈ സമീപകാലത്ത് ലഹരി കേസിൽപ്പെട്ട മക്കളെ ന്യായീകരിച്ച് രംഗത്തെത്തിയ പല പ്രമുഖരെയും കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇവർക്കിടയിൽ വ്യത്യസ്തനായ ഒരു പിതാവുണ്ട് തിരുവനന്തപുരത്ത്. VSDP നേതാവ് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകരയിൽ വെച്ച് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ്റെ മകൻ ശിവജി അടക്കം 3 പേരെ MDMA-യുമായി പിടികൂടിയത്. മകന് തെറ്റുപറ്റിയതിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കില്ലെന്നും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നും പറയുന്ന വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ്റെ നിലപാട് മാതൃകാപരമാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.